പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലോകം നമ്മെ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ്: ഞാൻ ഇശ്ശായിയുടെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഒരു ഇടയച്ചക്കനെ കണ്ടു എന്നല്ലല്ലോ കർത്താവ് പറഞ്ഞത്. ലോകം കാണുന്നത് പോലെ അല്ല കർത്താവ് നമ്മെ കാണുന്നത്. ലോകം നമ്മെ നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് കാണുമ്പോൾ, പുറമേയുള്ളത് നോക്കുമ്പോൾ, ദൈവം പുറമേയുള്ളത് കണ്ട് ഹല്ലേലൂയ മനുഷ്യനെ വിലയിരുത്തുന്ന ദൈവമല്ല. ദൈവം ഒരു വ്യക്തിയെ തൻ്റെ വിളിക്ക് ഒത്തവണ്ണം കണ്ടിട്ട് അവനെ മാനിക്കുന്നവനത്രേ. നിങ്ങൾക്കറിയാം, ഹല്ലേലൂയ, തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഒരു കാര്യം തിമോഥെയോസിനോട് പറയുന്നു: തിമോഥെയോസേ, ഹല്ലേലൂയ, എന്നെ എൻ്റെ കർത്താവ് വിളിച്ചപ്പോൾ ഹല്ലേലൂയ ഞാൻ ഉപദ്രവകനായിരുന്നു, ഞാൻ സഭയ്ക്ക് ദോഷം ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ദൈവം എന്നെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് അതിനുള്ള ശക്തി എനിക്ക് തന്നു, അതിനുള്ള ബലം തന്നു. ദൈവം അതിനുവേണ്ടി എന്നെ ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ. ഡെമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവസഭയെ മുടിച്ച് ദൈവസഭയ്ക്ക് വിരോധമായി ഞാൻ ഇടപെട്ടപ്പോഴും എൻ്റെ ദൈവം എന്നെ കാണുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാവുന്നവനായിട്ടത്രേ. കർത്താവ് എനിക്ക് ശക്തി തന്നു. എന്നിട്ട് തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിശ്വസ്തനെന്ന് അവൻ എണ്ണി. ഹല്ലേലൂയ. ആ വേലയ്ക്ക് എന്നെ കൊള്ളാവുന്നവനാക്കി. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത്. പൗലോസിന് ഒരു കാര്യം ഉറപ്പായിരുന്നു: എന്നെ വിളിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നമ്മെ കർത്താവ് വിളിക്കുമ്പോൾ തൻ്റെ വേലയ്ക്കൊത്തവണ്ണം കർത്താവ് നമ്മെ ഒരുക്കും. തൻ്റെ കരങ്ങളിൽ കൊള്ളാവുന്നവനാക്കി നമ്മെ മാറ്റും. വിളിച്ച ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ ലോകം നമ്മെ കാണുന്നത് പോലെയല്ല കർത്താവ് നമ്മെ കാണുന്നത്. ഹല്ലേലൂയ. ഇതാ ഇവിടെ മർക്കോസ് സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചിട്ട് വേദപുസ്തകം പറയുന്നു, അവൻ എന്തിനാ വിളിച്ചത്? അവൻ വിളിച്ചത് തന്നോട് കൂടെ ഇരിപ്പാനാ. കർത്താവിനോട് കൂടെ വസിക്കാൻ വേണ്ടിയാണ് അവൻ ജനത്തെ വിളിച്ചത്. പ്രിയരെ, കൂടെ വസിക്കുവാൻ, കൂടെ ഇരിപ്പാൻ നമ്മിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിലും ആ കുറവിനെ കർത്താവ് പരിഹരിക്കും. വിളിച്ച ദൈവത്തിന് നന്നായിട്ടറിയാം എൻ്റെ കൂടെ ഇരിക്കാൻ ഇന്നിന്ന ഗുണങ്ങൾ വേണം. ആ ഗുണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. തുടർന്ന് കർത്താവ് പറഞ്ഞു, തന്നോട് കൂടെ ഇരിപ്പാൻ, 2 പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാനാണ്. ദക്കപ്പൊലി ദേശത്ത് പോയിട്ട് ഒരു ഭൂതഗ്രസ്തനെ കർത്താവ് വിളിച്ചു. ആർക്കും വേണ്ടാത്തവനായിരുന്നു, കല്ലറകളിൽ വസിക്കുന്ന വ്യക്തിയായിരുന്നു, ലോകം തള്ളിക്കളഞ്ഞവനായിരുന്നു, ലോകം ഭയപ്പെട്ടവനായിരുന്നു. എന്നാൽ കർത്താവ് ഹല്ലേലൂയ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ വിളിച്ചപ്പോൾ അവനെ വിളിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി. ദക്കപ്പൊലി ദേശത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായിരിക്കാൻ അവൻ്റെ വായിൽ കർത്താവിൻ്റെ വചനത്തെ കൊടുത്തു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മെ വിളിച്ച ദൈവം നമ്മെ ബലപ്പെടുത്തും. തൻ്റെ വേലയ്ക്ക് നമ്മെ കൊള്ളാവുന്നവരാക്കും. അതിനുള്ള ശക്തി നമ്മുടെ മേൽ പകരും. എനിക്ക് കഴിവില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും വിളിച്ച ദൈവത്തിന് നന്നായിട്ടറിയാം നമ്മെ എങ്ങനെ ഒരുക്കണമെന്ന്. ഈ ലോകത്തിൻ്റെ ചരിത്രം നാം വായിച്ചു നോക്കുമ്പോൾ പലരെയും കണ്ടിട്ട് ലോകം അതിശയിച്ചിട്ടുണ്ട്. പലരുടെയും ശുശ്രൂഷകൾ കണ്ട്, പലരുടെയും പ്രവർത്തികൾ കണ്ടിട്ട് ലോകം അതിശയിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? ഇതെങ്ങനെ ചെയ്തു? ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിൻ്റെ കരം കൂടെയുണ്ടോ? വിളിച്ച ദൈവം വിശ്വസ്തനാ. നമ്മെ വിളിച്ച കർത്താവിന് നമ്മെ ഒരുക്കിയെടുക്കാൻ പറ്റും. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത്, നിൻ്റെ ബുദ്ധിക്കപ്പുറത്ത്, നിൻ്റെ ശക്തിക്കപ്പുറത്ത് നിന്നെ ഒരുക്കിയെടുക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. യെരമ്യാവ് ഒരു ബാലനെന്ന് പറഞ്ഞപ്പോൾ അതേ ബാലനെയും കൊണ്ട് ചിലത് പൊളിക്കാൻ, ചിലത് പണിയാൻ, ചിലത് അല്ലെങ്കിൽ നന്നാക്കിയെടുക്കുവാൻ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെയും
വിളിച്ച കർത്താവ് വിശ്വസ്തനാ. അവൻ നിങ്ങളെ ഒരുക്കിയെടുക്കും. അവൻ നിങ്ങളെ തയ്യാറാക്കും. തൻ്റെ വേലയ്ക്ക് നിങ്ങളെ കൊള്ളാവുന്നവനാക്കും. പ്രസംഗിക്കേണ്ടതിന് അവൻ വിളിച്ചു. 3 വേദപുസ്തകം പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കാൻ അവർക്ക് അധികാരം കൊടുത്തു. നോക്ക്, അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ, കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കാൻ, കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ, വീര്യപ്രവർത്തികൾ ചെയ്യാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. ഈ കാലഘട്ടത്തിലും കർത്താവിൻ്റെ നാമത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞത്. 1, കർത്താവിനോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ. എത്ര പേരൊന്ന് കരമുയർത്തി പറയും, എന്നെ വിളിച്ചത് കർത്താവിനോട് കൂടെ വസിക്കാനാണ്. 2, കർത്താവിൻ്റെ വചനത്തെ ഉയർത്താൻ, അവൻ്റെ സാക്ഷിയായിരിക്കാൻ അവൻ നിന്നെ വിളിച്ചു. നീ വാ തുറന്ന് അധരം തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാനാണ് ദൈവം നിന്നെ വിളിച്ചത്. 3, കർത്താവിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വിളിച്ചു. ഈ പകൽക്കാലവും ആ കരവും നെഞ്ചത്തോട് ചേർത്ത് വെച്ച് പറ, കർത്താവേ, വിളിച്ച വിളിക്ക് ഒത്തവണ്ണം നീ എന്നെ മാനിക്കുന്നതിനാൽ സ്തോത്രം, നീ എന്നെ ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. കൂടുതൽ ശക്തിയായി കർത്താവേ നീ എന്നെ ഉപയോഗിക്കണം. അങ്ങയുടെ വരവ് താമസമെങ്കിൽ കൂടുതലായി അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണം, എന്നെ ഒന്ന് ഉപയോഗിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിശ്ചയമായി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.